ഹായ് മക്കളെ, ഓണപരീക്ഷ കഴിഞ്ഞു. ഇന്ന് സ്കൂൾ തുറന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഉത്തരക്കടലാസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയതിന് ശേഷമായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. സോ ഉത്തരക്കടലാസ് കിട്ടിയ ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് വീഡിയോ കാണുക. ഒന്നാമത്തെ കാര്യം, സപ്പോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്കല്ല നിങ്ങളുടെ ഉത്തരക്കടലാസിലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു, 9 A+, 8 A+ ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച മാർക്കോടുകൂടിയാണ് 10ാം ക്ലാസ് പാസ്സായത്. പക്ഷെ +1 ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമെടുത്താണ് സയൻസ് ചൂസ് ചെയ്തത്. പക്ഷേ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ എനിക്ക് പിഴച്ചു. എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള കുട്ടികളായിരിക്കും മെജോറിറ്റി ആളുകളും. അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലോട്ട് പരീക്ഷയെ മാറ്റാൻ അല്ലെങ്കിൽ മാർക്കിനെ മാറ്റാൻ കഴിയാത്തവരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം പേരും. സോ നിങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. മക്കളെ, ഇതൊരു ഇനീഷ്യൽ സ്റ്റെപ്പാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഏറ്റവും ബെറ്റർ മാർക്ക് 10ാം ക്ലാസ്സിൽ നേടി +1 വരുമ്പോൾ നിങ്ങളുടെ ഓരോ ചെറിയ പിഴവുകളെയും ചൂണ്ടിക്കാണിക്കാനും അതിനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും നിങ്ങളുടെ ചുറ്റും ഒട്ടേറെ ആളുകൾ ഉണ്ടാവും. നിങ്ങളുടെ നല്ലതിനേക്കാളും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ അതിനെയാണ് കൊട്ടിഘോഷിക്കാൻ കൂടുതൽ ആളുകളും ശ്രമിക്കാറുള്ളത്. അതിനാൽ തന്നെ ഈ ഓണപ്പരീക്ഷയ്ക്ക് സപ്പോസ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചുറ്റുമുള്ള പലരും അത് ആഘോഷിക്കാൻ കാത്തു നിൽക്കുന്നവരായിരിക്കും. സോ അതിനൊരിക്കലും നിങ്ങൾ ആരും ചെവിക്കൊള്ളരുത്. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവരെ ചെവിക്കൊള്ളരുത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിലോട്ട് തന്നെ നോക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പരീക്ഷകളിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്? ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ഇനി തിരുത്തേണ്ടത് എന്ന് റിയലൈസ് ചെയ്യേണ്ട പോയിന്റ് ആണത്. അല്ലാതെ ഇവിടെ ഡിപ്രഷൻ അടിച്ച് വിഷമിച്ച് അയ്യോ ഞാൻ +1 +2 സയൻസ് എടുത്ത് വലിയ തെറ്റായിപ്പോയി എന്നൊക്കെ ആലോചിച്ചിരിക്കേണ്ട മൊമെന്റ് അല്ല. മറിച്ച് എവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റിയിട്ടുള്ളത്, അത് ഞാൻ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, ഞാൻ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നിങ്ങൾ ഈ പോയിന്റിൽ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തൊരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആശ്വാസമുള്ള കുട്ടികളായിരിക്കും. സാറേ, ഞങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട്, വിചാരിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചു, ഗംഭീരമായ മാർക്ക് ലഭിച്ചു. സ്ഥലത്തിന്റെ ലൈവ് ക്ലാസ്സുകളും ആപ്പിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളായിരിക്കും ഈ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അവർ പലരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് പോലും പലരും ഓണപരീക്ഷയെ പറ്റിയുള്ള ഫീഡ്ബാക്കുകളൊക്കെ അയച്ചത്. സോ അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സന്തോഷിക്കുക, ഹാപ്പി ആയിരിക്കുക. പക്ഷെ അതൊരിക്കലും ഒരു ഓവർ കോൺഫിഡൻസിൽ ചെന്നെത്തരുത്. കാരണം ഇപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്ന ഓണപരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടെസ്റ്റിന്റെ പാറ്റേണിലുള്ള പരീക്ഷ മാത്രമാണ്. ഒരിക്കലും ഒരു 60 മാർക്കിന്റെ ചോദ്യ പേപ്പർ അല്ല നിങ്ങൾ അപ്രോച്ച് ചെയ്തത്. ഈവൻ 40 മാർക്ക് പോലും അല്ല, 25 30 മാർക്ക് മാത്രമുള്ള ഒരു യൂണിറ്റ് ടെസ്റ്റിന്റെ പരുവത്തിലുള്ള ചോദ്യ പേപ്പർ മാത്രമായിരുന്നു നിങ്ങളുടെ സ്കൂളുകളിൽ ലഭിച്ചത്. അതും നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സിന്റെ കൺവീനിയൻസിനനുസരിച്ചിട്ട ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അതിൽ എനിക്ക് മികച്ച മാർക്ക് നേടി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഓവർ കോൺഫിഡൻസിലോട്ട് എത്തേണ്ട കാര്യമില്ല. മറിച്ച് നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ ഇനി റിയലൈസ് ചെയ്യാനുണ്ട്. ഇനി നിങ്ങളെ കാത്തിരിപ്പുള്ള പരീക്ഷയെ പറ്റിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അതെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും ബോർഡ് എക്സാമും ആണ്. അവിടെ വലിയ ഡിഫറൻസ് കുറച്ചെണ്ണം ബാക്കിയുണ്ട്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വെയിറ്റേജ് തന്നെയാണ്. യൂണിറ്റ് ടെസ്റ്റിന്റെ വെയിറ്റേജിലുള്ള ചോദ്യ പേപ്പർ ആയിരിക്കില്ല ക്രിസ്മസിനും മോഡലിനും ബോർഡ് എക്സാമിനും നിങ്ങളെ കാത്തിരിപ്പുള്ളത്. പ്രോപ്പർ വെയിറ്റേജിൽ, പ്രോപ്പർ ക്വസ്റ്റ്യൻ പാറ്റേണിലായിരിക്കും ചോദ്യ പേപ്പർ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. രണ്ടാമത്തെ കാര്യം ചാപ്റ്റേഴ്സിന്റെ എണ്ണമാണ്. ഇവിടെ 2-3 ചാപ്റ്റേഴ്സിൽ ഒതുങ്ങുന്ന ചോദ്യ പേപ്പർ ആണെങ്കിൽ ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യ പേപ്പറിൽ ഏകദേശം 90% സിലബസും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അത് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം 3 ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഇത്രത്തോളം സമയമെടുത്തെങ്കിൽ, 3 ചാപ്റ്റേഴ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഇത്രത്തോളം വെല്ലുവിളി ഉണ്ടായിരുന്നെങ്കിൽ, ഫിസിക്സിൽ 14 ചാപ്റ്റേഴ്സിൽ 12ഓളം ചാപ്റ്റേഴ്സ് വരുന്ന ക്രിസ്മസ് എക്സാം അത്ര എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നൊന്നല്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ. യൂണിറ്റ് ടെസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഓണപരീക്ഷകത്ത് ടീച്ചേഴ്സ് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, ടീച്ചേഴ്സ് ഇട്ട ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് റൂമിൽ പഠിപ്പിച്ച ചോദ്യങ്ങൾ തന്നെയായിരിക്കും മെജോറിറ്റിയും നിങ്ങളുടെ ടീച്ചേഴ്സ് ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കോമൺ ആയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതൊരിക്കലും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ പഠിച്ച അതേ ചോദ്യങ്ങൾ അതേ പാറ്റേണിൽ കാണണമെന്ന് നിർബന്ധമില്ല. സോ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ NCERT ക്വസ്റ്റ്യൻസ് ആണ്. NCERT ക്വസ്റ്റ്യൻസിന് ഇപ്പോഴും മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. അതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ പരീക്ഷയ്ക്ക് വരുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന മക്കളെ, അങ്ങനെയല്ല. NCERT തന്നെയാണ് നമ്മുടെ സിലബസ്. അതിനകത്തുനിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാം. അത് മനസ്സിലാക്കി പഠിക്കേണ്ട മൊമെന്റ് ആണത്. സോ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും
ഇതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ഒരിക്കലും ഇതൊരു മോശമായ രീതിയിൽ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യരുത്, മറിച്ച് കുറെ കാര്യങ്ങൾ തിരിച്ചറിയുക, അതിനനുസരിച്ച് നമ്മളെ മാറ്റിയെടുക്കുക. ഇവിടെ മാർക്ക് കുറഞ്ഞു പോയവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്കെല്ലാം മറുപടി കൊടുക്കാൻ നിങ്ങൾക്കൊരു ദിവസം വരും. അതാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയും മോഡൽ എക്സാമും ബോർഡ് എക്സാമും എന്ന് പറയുന്നത്. സോ അവിടെ മിന്നുന്ന ഏറ്റവും തിളക്കമാർന്ന വിജയം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഇവിടെ മികച്ച വിജയം നേടിയവർക്ക് ആ വിജയം അങ്ങ് തുടരാനും സാധിക്കട്ടെ. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. സൈലത്തിന്റെ അഗ്നി ബാച്ചിൽ 3.0 ബാച്ചിൽ ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓണം ഓഫർ കറന്റ് ഈ വീക്ക് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അങ്ങോട്ട് ഓണം ഓഫർ അവസാനിക്കും, വീണ്ടും പഴയ ഫീസ് സ്ട്രക്ചറിലോട്ട് തന്നെ തിരിച്ചു വരും. സോ നിങ്ങൾക്ക് ഈ മൊമെന്റിൽ സൈലത്തിൽ അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കാം. അതും ഓഫറോടുകൂടി ഓണം 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അടിച്ച് കഴിഞ്ഞാൽ 10% ഓഫറാണ് ടോട്ടൽ ഫീസ് സ്ട്രക്ചറിൽ ലഭിക്കാൻ പോകുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാംസും അങ്ങനെ ഒട്ടേറെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് കാത്തിരിപ്പുള്ളത്. അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ആഗ്രഹമുള്ള എല്ലാ മക്കളും ഉടൻ തന്നെ അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കുക. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്. ഉഷാറാക്കാം.